കൊലുസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ചെയിൻ എടുത്തിട്ട് നിശ്ചിത അളവ് നോക്കി കട്ട് ചെയ്യണം. കെട്ടുകമ്പി എടുത്തിട്ട് കോർത്ത് നന്നായിട്ട് 2-3 തവണ ചുറ്റി കെട്ടുക. ചുറ്റി കെട്ടിയിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തിട്ട് ഒരു പ്ലെയർ വെച്ച് നന്നായിട്ട് അടുപ്പിച്ച് വെക്കുക. അതിന് മുത്ത് കോർത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബാലൻസ് ചെയിനിലോട്ട് കോർത്ത് കെട്ടണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ബാലൻസ് ചെയിൻ്റെ ബാലൻസ് കാണുന്നത് പ്ലെയർ വെച്ച് എടുത്ത് കളയണം. അതുപോലെ എന്നിട്ട് കോർത്തിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റിക്കെട്ടണം. കെട്ടി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കമ്പി കട്ട് ചെയ്തിട്ട് പ്ലെയർ വെച്ച് നല്ലപോലെ ഇതുപോലെ അടുപ്പിച്ച് വെക്കണം. പിന്നെ ആദ്യം എടുത്ത് എത്ര ചെയിനാണോ അത്രയും നീളത്തിൽ തന്നെ അടുത്തത് കട്ട് ചെയ്യണം. ഇതുപോലെ കമ്പി എടുത്തിട്ട് ബാലൻസ് വരുന്ന ഇതുപോലെ പ്ലെയർ വെച്ച് എടുത്ത് കളയണം. എന്നിട്ട് കമ്പി എടുത്തിട്ട് ഇതുപോലെ കോർത്ത് 2-3 തവണ ചുറ്റി കെട്ടണം. മുത്ത് കോർത്തിട്ട് കട്ട് ചെയ്ത് വെച്ച ചെയിനിലോട്ട് കോർത്ത് കെട്ടണം. ഇതുപോലെ കമ്പി പൊങ്ങിയിരിപ്പുണ്ടെങ്കിൽ പ്ലെയർ വെച്ച് നന്നായിട്ട് അടുപ്പിച്ച് വെക്കണം. ബാലൻസ് ചിലപ്പം കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് അത് ഉണ്ടെങ്കിൽ അത് പ്ലെയർ വെച്ചിങ്ങനെ എടുത്ത് കളയണം. പുറത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം. കട്ട് ചെയ്തിട്ട് നല്ലപോലെ അടുപ്പിച്ച് വെക്കണം. ഇതുപോലെയല്ല നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്താണ് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. കാലിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ അവസാനം ഇതുപോലെ വട്ടക്കണ്ണി പിടിപ്പിക്കുക. മുത്ത് കോർത്തിട്ട് ചെയിനിലോട്ട് കോർക്കുന്നതിന് പകരം ഈ വട്ടക്കണ്ണിയിലോട്ട് കമ്പി വെച്ച് കെട്ടിയാൽ മതി. ഇങ്ങനെ 2 നമ്മൾ ചെയ്തെടുത്തത്. നല്ല ഭംഗിയാണ് കാല് കിടക്കുന്നത് കാണാനായിട്ട്. ഇതുപോലെയെല്ലാം ചെയ്തെടുത്തു. ഇത് ഒരു കുറേ നാൾ തന്നെ കളർ പോകാതെ ഇതുപോലെ തന്നെ ഇരിക്കും.